ഫാമിലി കോർട്ടിലെ ഫീസ് നമ്മൾ ഏൽപ്പിച്ചപ്പോൾ തന്നെ 20,000 രൂപ മേടിച്ചതാണ്. ഫാമിലി കോർട്ടിലെ വക്കീലിന് അന്ന് 20,000 കൊടുത്തിരിക്കുന്നത്. പിന്നെ പോയിട്ട് ഞാൻ കോട്ടയത്ത് വക്കീലിനെ വെച്ചതിന് അതിൻ്റെ കാശ് കോട്ടയത്തെ വക്കീലിന് ഞാൻ കൊടുത്തതാണ്. ആ പുള്ളിക്കാരത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ വക്കീല്? സർക്കാർ വക്കീലാണ്, പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അതുപോലെ തൊടുപുഴ കൊടുത്തതിന് മുമ്പ്. പക്ഷേ 9 മാസമായിട്ടും അതിൻ്റെ ഒരു വിവരവും ഇവരെ ജാമ്യം എടുത്ത് അവർ നടന്നതല്ലാതെ കേസിൻ്റെ പ്രോഗ്രസ് ഒന്നും വലിയ ഉണ്ടായിട്ടില്ല. എന്നാലും അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്താ സംസാരിക്കാനുള്ളത്? പക്ഷേ ഷൈനിയെ പറ്റിയും കുട്ടികളെ പറ്റിയൊക്കെ. കുട്ടികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് നമ്മൾ 5 പിള്ളേരുണ്ടായിരുന്നു. അവരെ ഇതുപോലെ വാരി പുണർന്ന് അങ്ങനെ ഒരു സ്നേഹം നമ്മൾ കൊടുത്തിട്ടില്ലാത്തതിൻ്റെ പേര് നമുക്കത് അറിയത്തില്ലായിരുന്നു. ഇവർ വന്നപ്പോൾ അതുപോലെ തന്നെ അത്രയും സ്നേഹം നമ്മൾ വാരി കൊടുത്തില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, സ്നേഹക്കുറവൻ്റെ ആണോ എന്ന്. ഇച്ചിരൂടെ വാരി പിടിച്ച് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുക. കാരണം ഓരോരുത്തരും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ചാനലുകളിലൊക്കെ പറഞ്ഞില്ലേ നിങ്ങളെ സ്നേഹിച്ചില്ല. മോളി പിള്ളേരിങ്ങനെ വന്നല്ലോ, അവരതുപോലെ ദുഃഖത്തിൽ വന്നല്ലേ, നമ്മൾ കുറച്ചുകൂടെയൊക്കെ സ്നേഹം ഇതാക്കണം എന്നിങ്ങനെ ആരും പറഞ്ഞെന്നെങ്കിൽ ആരെങ്കിലും ഇതായിരുന്നു ഇച്ചിരൂടെ കിട്ടുമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. ഞങ്ങളുടെ ഒരു രീതിയുണ്ട്, ആ രീതി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. പക്ഷെ ഒത്തിരി സ്നേഹം പ്രകടിപ്പിക്കാൻ ഉള്ളിലുണ്ട്. പക്ഷെ പള്ളി പെരുന്നാൾ വന്ന് ഇവിടെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയി ചൈതന്യായില്ലേ അവർ ചോദിക്കാം. പിള്ളേരാണ് ഇപ്പോൾ ചോദിച്ചില്ല മുമ്പേ അമ്മയുടെ എന്നാ പറയുന്നത്, ഷാനിയാണ് എന്നോട് ചെയ്യുന്നത്, അമ്മ നമുക്ക് പെരുന്നാൾ കൂടാൻ പാല പ്രദർശനം കൂടാൻ ഒന്ന് കാണാൻ പോകാന്നൊക്കെ ഒന്ന് പറയുമല്ലോ. അങ്ങനെയൊന്നും പുള്ളിക്കാരത്തി പറയുകയല്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ചുമ്മാ വൈകുന്നേരമൊക്കെ ആയില്ല, അത് പണിയില്ലല്ലോ. എന്നാൽ പിള്ളേരോട്ട് ചുമ്മാ പാടി പറഞ്ഞ് അങ്ങനെ പോയി കുറേ നേരം പ്രദർശനമൊക്കെ കണ്ട് പറയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അതുപോലെ അത് കഴിഞ്ഞിച്ച് പിന്നെ വീണ്ടും ഈ കാർഷികമേള വന്നല്ലോ ചൈതന്യയിലും. അതും വർഷത്തിലേക്ക് ഒന്നല്ലേ വരുള്ളൂ. ചുമ്മാ പോയി എല്ലാം ഒന്ന് കണ്ട് കേട്ട് പോരാ, തിന്നാനോ കുടിക്കാനല്ലോ, വെറുതെ ജസ്റ്റായിട്ട് ഇന്ന് കണ്ടു പറക്കി പോരാന്നും പറഞ്ഞ് അതിന് ഞാനും പിള്ളേരും അവളും കൂടെ പോയി. പാപ്പ പോകുന്നില്ല. അന്നേരം പാപ്പ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ബസ്സിന് പോയാൽ മതിയല്ലോ എന്നൊക്കെ. അങ്ങനെ ഓരോ രീതിയിൽ ഞാൻ അവളെ അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിൽ ഞാൻ ചോദിക്കും പൈസ പൈസ ഉണ്ടോ, എന്നാ കൊച്ചുങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പോലും ചിലപ്പോൾ ചില്ലറ ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തു വിടും. അല്ലെ പിള്ളേർ ഏത് കാര്യത്തിനും അച്ഛന്മാർ ഒരു വെള്ളി രൂപയെങ്കിലും നേർച്ചയും വരുമ്പോൾ ഇട്ട് കൊടുക്കണം എന്ന് പറയും. ഒത്തിരി അല്ലല്ലോ. അപ്പൊ അങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ രാവിലെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കില്ല. മേടിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. അപ്പം ഞായറാഴ്ച ദിവസം ഞാൻ പേടി പള്ളിയിൽ നിന്ന് നമുക്ക് പുറത്ത് കഴിക്കാം എന്നും പറയാം. ഞങ്ങൾ രണ്ടും ഉള്ളപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിയിൽ നിന്ന് താഴെ കട കയറി ഞങ്ങൾ ദോശ ഇഡ്ഡലി എന്തെങ്കിലും കഴിച്ചിട്ട് പോരും. പിന്നെ അത് ഈ പണ്ട് മൂത്ത മാനും പിള്ളേരും ഉള്ളപ്പോൾ അങ്ങനെയായിരുന്നു. പിള്ളേരുടെ ദോശ അനുസരിച്ച് അവർക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മേടിച്ചോണ്ട് പോരും. നമ്മളവിടെ ഞങ്ങൾ പോരുമ്പോൾ കഴിച്ചിട്ടും പോരും, പിള്ളേർക്ക് മേടിച്ചോണ്ട് പോകും. ആ പരുവത്തിൽ ഞങ്ങൾ എന്നു പോരുക. പള്ളിയിലും കഴിഞ്ഞ് വന്നേച്ച് പിന്നെ ഉണ്ടാക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇവർ വന്നപ്പോൾ അതേ സെയിം തന്നെയായിരുന്നു. എന്നാലും ഇവർക്ക് അതിനോട് താല്പര്യമില്ല. ഉള്ളു പള്ളി കഴിഞ്ഞ് പെട്ടെന്ന് ഇഞ്ഞ് വന്നു, ഒരു ഗ്യാസോട് ചായ വെച്ചു, അല്ല അരയും അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പമാണ് അപ്പം ചുട്ടു, ഇഡ്ഡലിയാണ് തെലിടോ കോരി ഒഴിച്ചു. പെട്ടെന്ന് പുള്ളിക്കാരത്ത് എല്ലാം പണി ചെയ്യും. പിന്നെ ഞാൻ രാവിലെ എണീറ്റാൽ ഒരു ചായ തിളപ്പിച്ച് മാറ്റി കഴിയുമ്പോഴത്തേനും അടുത്ത് പിന്നെ വെക്കുള്ളൂ. അങ്ങനെ എനിക്ക് രണ്ടെണ്ണം ഒരുപോലെ പ്രവർത്തിക്കാൻ അറിയത്തില്ല. അപ്പം ചൂടുവാണ്, അത് ചുട്ട് മാറ്റിയെല്ലാം അപ്പം കഴിഞ്ഞു പോകും. അപ്പോൾ രണ്ടെണ്ണത്തിന് എനിക്ക് പ്രവർത്തനത്തില്ല. ഇവിടെ അവിടെ അച്ഛൻ കരയുന്നുണ്ടായിരുന്നു. അവളെ ഞാൻ ഭദ്രകാളി എന്ന് വിളിക്കും, അവൾ എന്നെ കുട്ടപ്പാന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേരും സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി. ഇപ്പം മൂത്തവൻ്റെ 2 പിള്ളേരുണ്ട്, അവരിവിടെ നിൽക്കാറില്ല. എന്നാൽ അതിൻ്റെ ഇല്ല. അന്നേരം അവരവരുടെ അമ്മയപ്പനോടുള്ള പാര കൂടെ എല്ലാം കൂടുതലും നടക്കുന്നത്. മമ്മി പാപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ അവരെങ്ങനെ തന്നെ. അപ്പം നമ്മുടെ അടുത്ത് വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്നേഹമൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ. അല്ല, പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് 9 മാസമായിട്ടൊന്ന് മാറി താമസിച്ചല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായത് കൊണ്ട് എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഷൈനിക്ക് ഒരു വിഷമം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ അമ്മയ്ക്ക്, പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഒക്കെ? അതപ്പോൾ പുള്ളിയുടെ അവിടെ മനസ്സിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, തുറന്ന് പറയത്തില്ല. കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞ് നടത്തി, പിന്നെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമായിപ്പോയി. നിങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അവളും പിള്ളേരും വന്നാൽ നമുക്കൊരു കൂട്ടുമായി. ഇനിയിപ്പോൾ ആങ്ങളമാർക്ക് വീട് വേണ്ടല്ലോ, അവർ 2 സിറ്റിയിലായി. ഞാൻ പറയുമായിരുന്നേ, ഇതിപ്പോൾ കാരണം ആമ്പിള്ളേർക്ക് 2 പേർക്കും വീട് വേണ്ട. അപ്പം ഞങ്ങൾ മരിക്കുന്നവരെ നിനക്ക് ഇവിടെ താമസിക്കുക. ഇനി ഞങ്ങൾ മരിച്ചാലും ഇതിന് ആങ്ങളമാർക്കൊന്നും വരികയില്ല. അവർക്ക് വേണ്ട. അവർക്ക് അവിടെ അയർലൻഡുകാരനും അവിടെ വീട് മേടിക്കാൻ പ്ലാനിട്ടിരിക്കുക, അമേരിക്കാരനോട് നല്ല വീട് മേടിച്ചു. അവർക്ക് മാസം അടച്ചാൽ അപ്പൊ ഞങ്ങൾ മരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ താമസിക്കുക, അവിടെ ഇങ്ങോട്ട് വരികയും ചെയ്തില്ലേ. ഞങ്ങൾ പോയാലും ഇവർക്ക് അത് ഉപയോഗിക്കാന്ന് ഓർത്തിരിക്കുവായിരുന്നു. പപ്പയാണ് കൂടുതൽ എല്ലാത്തിനും. പപ്പ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പുറം നിൽക്കുന്ന. ഇവർക്ക് ഇതിനുള്ള വശമില്ല, ഒരു കാര്യത്തിനും സംസാരത്തിനോ എല്ലാ കാര്യവും ഞാൻ അതിന്റെ. അല്ല ഷൈനി,
ഇങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്? എങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴേലും ചിന്ത വന്നു അങ്ങനെ ഒരു പ്രകൃതം അല്ലല്ലോ ഷൈനിയുടെ? കരയുമായിരുന്നു അവൾ ഇടയ്ക്കിടയ്ക്ക്? അത് കരയുമെന്ന് വെച്ചാൽ അവൾ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് വരുമ്പോൾ കരയും, അത്രേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചു, ഒരാൾ ചോദിച്ചും പറഞ്ഞു അവിടെ വെഡിങ് ആനിവേഴ്സറിയുടെ എന്നാന്ന് തോന്നുന്നു മേളിപ്പോൾ കുത്തിരുന്ന കാര്യം കാപ്പ് കുടിക്കാൻ നോക്കി ഇവിടെ കണ്ടിട്ട് പിള്ളേർ പോവുകയും ചെയ്തു. പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കാപ്പ് കുടിക്കാൻ നേരത്തെ ഇവിടെ വിളിച്ചിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ മേളിൽ കുത്തിരുന്ന് ജനുവരി 10-ാം തീയതി അവിടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. അന്നേരം ഞാൻ ചോദിച്ചു ഞാൻ ഇതുപോലെ കുത്തിരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു. അന്നേരം മമ്മി പറഞ്ഞു ഓരോ കാര്യം ഓർത്ത് ഇങ്ങനെ കരഞ്ഞു പോകാന്ന് പറയാം. എനിക്ക് അത് കേട്ടപ്പോൾ എനിക്കും സങ്കടം വന്നുപോയി. പിന്നെ ഞാനത് ഒത്തിരി ഒന്നും പറയില്ല, ഞാൻ ഇറങ്ങിപ്പോന്നു. ഞാനത് മാത്രം പറഞ്ഞു ഓർത്ത് കരയുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അവിടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നല്ലോ, അതിപ്പോൾ നമ്മളാരും വിഷയം ചെയ്തുമില്ല. ഇങ്ങനത്തെ സംഭവമല്ലേ. ഇത് സന്തോഷകരമായ വെഡിങ് അല്ലല്ലോ. അതായത് നമ്മളാരും വിഷയം ചെയ്തില്ല, ആരും എന്തോ പറഞ്ഞില്ല. എന്നിട്ട് അവസാന ദിവസമായപ്പം ചെറുക്കൻ വിളിച്ച് പറഞ്ഞു, എഡ്വിൻ വിളിച്ച് ഇത് പറഞ്ഞെന്ന് പറഞ്ഞു. എഡ്വിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ ഒത്തിരി പറഞ്ഞ അവധി ഉണ്ടായിരുന്നല്ലോ. അന്നേരം വിളിച്ച് ഇവര് ഇങ്ങനെ ഫോണിൽ കൂടെ പറയുമല്ലോ. വെള്ളിയാഴ്ച ദിവസം വിളിക്കുമ്പോൾ അവൾ പറയാം. അപ്പോൾ 10 ദിവസം വീട്ടിൽ വന്നിട്ടും എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, 2 ദിവസം പിള്ളേരുമായിട്ട് നിൽക്കാമല്ലോ, അമ്മയും മകന്മാരും ഉണ്ടല്ലോ എന്നും പറയാം. അങ്ങനെ വിളിച്ചിട്ട് വന്നില്ല വീട്ടിൽ എന്നൊക്കെ പറയാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഓണത്തിന് വന്നപ്പോഴത്തേനും ഓണത്തിന് പിള്ളേർ രണ്ടു എൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു. ഓണാവധിയൊക്കെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ പോയി 2 പിള്ളേരും. അപ്പോൾ അന്നേരം അവൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ വിളിച്ച് നീ വരുമ്പം വിളിച്ചിട്ട് അവരവൾ പിള്ളേർ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം പിള്ളേർ എന്നാ വരുന്നത് വെച്ചു. പിള്ളേർ ശനിയാഴ്ച വൈകുന്നേരം വരുവോളെന്ന് പറഞ്ഞു. പിള്ളേരെ ശനിയാഴ്ച ഉച്ചയ്ക്കത്തെ 1 മണിക്ക് ഒരു വണ്ടിയുണ്ട് അവിടുന്ന്, ഈ ഡാൻസ് കൊണ്ട്. അപ്പോൾ അവരവിടുന്ന് ആങ്ങളമാർ ആ വണ്ടിയെ കയറ്റി ടിക്കറ്റൊക്കെ എടുത്ത് അവരെ ഭദ്രമായിട്ട് സീറ്റിലിരുത്തി താഴെ വന്നപ്പോഴത്തേനും ഷൈനി അന്നേരം തന്നെ ഇവൻ ഉച്ചയാകുമ്പോൾ വന്നു. ഇവൻ ഉച്ചയായപ്പോൾ വന്നു. ഇവിടെ നിന്ന് ചോറുണ്ടായി. അവൾ 2 മണിയാകുമ്പോൾ വീട്ടിൽ കഴിഞ്ഞു. രാവിലെ 8-ന് കയറുന്ന 2 മണിയാകുമ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ചോറുണ്ട്. അങ്ങനെ പിന്നെ ഒരു വർത്താനമൊക്കെ പറഞ്ഞ് ഇവർ 5 മണിയാകുമ്പോൾ പിള്ളേരും വന്നു. പിന്നെ ഇവർ വന്ന വഴി ഇങ്ങോട്ട് പോലും കയറാതെ കൊണ്ട് ബാഗ് 2 തിണ്ണയിലിട്ടേച്ച് എല്ലാവരുടെയും മേലോട്ട് കയറുമ്പോഴുണ്ട്. ആൻറ്റീനെ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ആൻറ്റി മേലായിരിക്കുക. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇങ്ങനെ അന്ന് നോബി നിബിൻ്റെ ഫോണെ വിളിപ്പിച്ചായിരുന്നു. പിള്ളേർ പിന്നെ എടുക്കുകയൊന്നും ഇല്ലായിരുന്നല്ലോ. കുറേ നാളായിട്ട് പിന്നെ ഒരു വെറുപ്പായിരുന്നു, എടുത്തില്ല. പിന്നെ ഇപ്പം വന്നു കഴിഞ്ഞപ്പം അവൻ്റെ ഫോണെ വിളിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയായിട്ട് വർത്താനമൊക്കെ പറയുന്നില്ല. അന്നേരം അവർ കരഞ്ഞു വിളിച്ച് ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പനുമായിട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഗീതം അറിയത്തില്ല. ഈ എഡ്വിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? പറയാൻ എഡ്വിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല. ഒരുമിച്ചേ നേരിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ വിളിക്കുകയും ചെയ്യാൻ എന്നാന്നറിയാം, ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എന്നാ വരുന്ന അറിയത്തില്ല. കുറച്ചുകൂടി ഉണ്ടല്ലോ ഫോൺ എടുക്കുമ്പോൾ അടുത്ത ആൾക്കാർ കാണുമല്ലോ. പെരുന്നാളിന് ഇങ്ങോട്ട് ഷൈനി 500 രൂപ കൊടുത്ത് ഇളയ കൊച്ചു പിന്നെ ഇവിടെ താഴെ ഇത് മേടിച്ചോണ്ട് വന്നു. അത് മേടിച്ചോണ്ട് വന്നു. എല്ലാവരോടും കൂടി കഴിച്ചു. അന്നേരം അതിൽ കുടിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും മേടിച്ചോണ്ട് വന്ന 500 രൂപയ്ക്ക് അതെല്ലാവരും കൂടി കുത്തിരുന്ന് തിന്നുകയും കടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാവിലെ ഞായറാഴ്ചയല്ലേ, രാവിലെ എണീറ്റ് ഞങ്ങൾ പള്ളിയിൽ പോയി. എല്ലാവരും കൂടെ കാരിത്താസ് പള്ളിയിൽ, എടപ്പള്ളിയിൽ. അപ്പോൾ എല്ലാവരും കൂടെ പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് പള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും, 2 പരിപാടിക്കുക. അന്നേരം ഇവനെ പിന്നെ ഷൈനിയും പിള്ളേരോട് കൂടി താഴെ കടയിൽ ചെന്ന് അവന് പൊറോട്ടയോ ഒട്ടക്കറി ഏതാണ്ട് മേടിച്ചു കൊടുത്ത് വണ്ടി കയറ്റി വിട്ടിച്ച് ഇവർ അമ്മയും മക്കളൂടെ കയറി വന്നു പള്ളിയിൽ. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ കാപ്പിടിയും കഞ്ഞിച്ച് തിരിച്ചുവിടെ വന്നു. അന്നേരം അവൻ വീട്ടിൽ ചെന്ന് വെച്ചാൽ അവന് 2 മണിയാകുമ്പോഴേ പറ്റേ പോകണമെന്ന് പറഞ്ഞു, എറണാകുളത്തിന്. പറഞ്ഞാൽ അവൻ അത്തരം ദിവസം അവിടെ ആ ഒരു ദിവസം വന്നുള്ളൂ. ഇവരങ്ങനെ ഉച്ചയ്ക്ക് വന്നു. വൈകുന്നേരം ആയപ്പോൾ പെമ്മങ്ങാന്മാർ വന്നേ. അവരോട്ട് വർത്താനം പറയും. ഇതാ ഈ സാധനം മേടിച്ചോണ്ട് എല്ലാവരുടെ കഴിച്ച് പറക്കി കിടന്നു. രാവിലെ പള്ളിയിൽ പോയി. പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് കാപ്പി മേടിച്ചു കൊടുത്തിച്ച് അവൻ കയറിപ്പോയി. ഇത്രയും സംഭവം നടന്നുള്ളൂ ഇവനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഷൈനിയുടെ മകൻ അവിടെ നിൽക്കുന്ന സുരക്ഷിതമാണോ? നമുക്കത് തോന്നുന്നില്ല. ഇവരുടെ സ്വഭാവം എന്നത് എപ്പോഴാ വയലന്റ് ആകുന്നത്, ബാക്കിയുള്ളവരാകുന്നത്. അതന്നെ കൊച്ചാണേലേ, കൊച്ചിന്റെ ഉള്ളിലും ഇപ്പൊ അവന് മാനസിക ബുദ്ധിമുട്ട് കാണും. എല്ലാം കണ്ടത് അവനാണല്ലോ. ഇതിപ്പോ നിങ്ങളിപ്പം ഈ ഷൈനിക്കും മക്കൾക്കും വേണ്ടി നീതി തേടി പോകുന്ന പോലെ തന്നെ ഇനി ഷൈനിയുടെ ഒരു തരി എന്ന് പറയുന്നത് അവനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ നിങ്ങൾക്കില്ലേ? ഉണ്ട്, എനിക്കതിന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിനി അവനെയും കൂടി ഞാൻ ഇപ്പോൾ അതിനടുത്ത് തന്നെ അവരൊന്നും അറിയാനൊക്കെയല്ല. ഞാൻ പറഞ്ഞ എന്നാന്നറിയാം, ഞാനിപ്പോൾ എൻ്റെ ഓർക്കുന്നത് എന്നാന്നറിയാം, എൻ്റെ മക്കൾ കാര്യം ഇത് സൂയിസൈഡാണ് ചെയ്ത്
അത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവൾ കാണിച്ച തെറ്റാ പിള്ളേരെയും കൂടെ കൊണ്ട്. പക്ഷേ ഞാൻ മരിച്ചു വന്ന ഒരു പിറ്റേ ദിവസം വരെ ഈ കർണക്കൊന്ത കഴിഞ്ഞിട്ട് പിന്നെ ഒരു മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ഇതുണ്ട്, 10 നൊവേനയാണ്, 9 ദിവസത്തെ. അത് ഇവിടെ ഒറ്റ ദിവസം അത് 9 ദിവസമേലും അങ്ങനെ മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് യേശുക്രിസ്തു പോയൊരു 41 ആയപ്പോഴത്തേന് ഞാൻ കുർബാന ഒപ്പിച്ചുമൊക്കെ ഇവിടെ ഈ പള്ളി കുർബാന കാണുന്നിടത്ത് ചൊല്ലിച്ചത്. അപ്പോൾ അവള് എനിക്ക് തോന്നുന്നു ഇപ്പം അവളും പിള്ളേരെ സ്വർഗത്തിലെത്തിക്കാണോ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനിപ്പോൾ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കറക്റ്റ് ആണെങ്കിൽ പോയി കാണുന്ന ഓർത്തോണ്ടായിരിക്കുന്നത്. ഷൈനിയുടെ മകനെയും സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു കടമ നിങ്ങൾക്കുണ്ട്. അല്ല, അതിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, നമുക്ക് ആഗ്രഹമില്ലാഴിയില്ല. പക്ഷേ ഞാനിപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിച്ചാലാവും ഒരു വേല അല്ലെ. അതായത് ക്രിസ്മസിന് ഷൈനിയും പിള്ളേരും ഉള്ള സമയത്ത് അവനെ ഒന്ന് കാണാൻ വേണ്ടി അവിടെ അമ്മയും പെങ്ങന്മാരും വിളിച്ചിട്ട് അവർ വിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇതും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അവരെ വിളിച്ചെന്നാൽ അവനെ വിടണമെന്നില്ല. അവൻ്റെ പ്രതികരണം അറിയത്തില്ല. അവനോട് ഞങ്ങൾ ഫോണിൽ കൂടിയോ വിളിച്ചല്ലേ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയുന്ന അവിടുത്തെ അവൻ്റെ നോബിയുടെയോ ബാക്കിയുള്ള ഈ അച്ഛൻ്റെയോ വല്യപ്പൻ്റെയോ ഒക്കെ പ്രതികരണം എന്നാന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് പോരെ എന്നാണ് സോണിയോട് ഞാൻ ചോദിച്ചത്. സോണി പറയുന്നതിനകത്തും അർത്ഥമുണ്ട്. കാരണം എന്താ, ഇപ്പം ഇവരെ സംബന്ധിച്ച് അവന് സംരക്ഷണം കിട്ടാതെ അവനും കൂടി ഔട്ടായെന്ന ഇവന് വേണേ അടുത്തൂടെ കഴിയുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ബസ് കയറ്റി അങ്ങോട്ട് അയച്ചു. അതെ, ഞാൻ പോയില്ല, ഷൈനിയാ താഴെ. പക്ഷെ അവിടുന്ന് ആ കുഞ്ഞിനെ എങ്ങോട്ടത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വിട്ടില്ല. ഓണത്തിന് വന്ന് ക്രിസ്മസിനും വേണം. കാരണം ഈ ഓരോ ദിവസങ്ങളും പോയി മുന്നോട്ട് പോകുമ്പോഴും ഷൈനിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇവർ കോടതി കേസ് തീരുന്നില്ല. ഇവിടെ കാശുമെല്ലാം അടച്ചത് പഠിച്ച് ഫീസ് വരെ അടച്ചിട്ട് പഠിത്തം തീർന്ന് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയത്. എത്രയും വേഗം ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ ഭാഗം. പക്ഷേ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഇതുവിട്ട് വന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ ഇപ്പം ഒരു പണി എങ്ങും കിട്ടുന്നില്ല. ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇനി ബോംബെയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുമ്പോൾ പിള്ളേരെ ഇവളുടെ അറ്റാച്ച്മെൻ്റ് അനുസരിച്ച് ഞങ്ങളുടെ ഇരിക്കുക ആക്കിച്ച് പോയാൽ പറ്റിയല്ല. എന്നാൽ ഹോസ്റ്റലിൽ എവിടെ ആക്കുന്ന ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിനോടും 100% അവർക്ക് ഇഷ്ടമില്ല. കാരണം പിള്ളേരെ കൂടെ കൊണ്ടുപോകണം എന്നുള്ള. ഇവിടെ ഇപ്പോൾ ഈ RN-NCLEX എന്ന് പറയാൻ എൻ്റെ ഇളയ മകൻ പറഞ്ഞ അനുസരിച്ച് അതിനകത്ത് പഠിക്കുന്നതിൻ്റെ കാര്യം അവൾക്ക് പോയാൽ പിള്ളേരെ കൂടെ കൊണ്ടുപോകാം. അമേരിക്കയ്ക്ക് ഓസ്ട്രേലിയ എവിടെ ഇപ്പോൾ RN-NCLEX പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവളത് പരീക്ഷ പാസ്സായി അങ്ങനെ കിട്ടിയ എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പോയ പിള്ളേരെയും കൂടെ കൊണ്ടുപോകാമല്ലോ. ഇറ്റലി പോലെയുള്ള സ്ഥലത്ത് പേപ്പറോടുകൂടി പോയാലേ ഉള്ളൂ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പേപ്പർ 10 കൊല്ലമായിട്ട് കിട്ടാതെ നിൽക്കുന്ന ആൾക്കാർ വരും. അപ്പോൾ അതിനോട് നമുക്ക് താല്പര്യമില്ല. ഇവിടെ ഈ ഗ്യാപ്പും പറഞ്ഞ് ആരും ഒരു ജോലി കൊടുക്കുന്നില്ല. ഞാൻ എത്ര സ്ഥലത്തും അവളുമായിട്ട് ഞാൻ പോയത്. ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയാണോ? അവളവിടെ ഒരു കൂടെ പഠിച്ചോരോ നേരത്തെ ഈ ഏഷ്യൻ കാർഡ് ജോലി ചെയ്തിടത്തെങ്ങാണ്ട് വിളിച്ച് ചോദിച്ചിട്ട് ജോലി തപ്പി അങ്ങോട്ട് ചെന്നാൽ ഉറപ്പൊന്നും ആയില്ലെന്ന്. ഇവിടെ ചെന്നാൽ ജോലി ശരിയാകണം, നമുക്ക് താമസിക്കാനുള്ള സൗകര്യവും ബാക്കിയുള്ളവർക്ക് ആകണ്ടേ, ജോലി ഉറപ്പുണ്ടോ, അവിടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണല്ലോ പിള്ളേരുടെ ഫൈനൽ എക്സാമിനേഷൻ ഇപ്പോൾ ഇവർ എഴുതിയില്ലല്ലോ. ഈ പിള്ളേരുടെ ആ എക്സാം 1 മാസം കൂടി ഉണ്ടല്ലോ. ആ 1 മാസം കൊണ്ട് ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ഈ തലേ ദിവസം പോയത് തന്നെ പിള്ളേർ അടുത്ത മാസമാകും പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ ആയില്ലേ. അപ്പം അന്നേരം പരീക്ഷയുടെ കഴിഞ്ഞിട്ട് ഇവർക്ക് കാര്യം കിട്ടി പോവുകയാണെങ്കിൽ പിന്നെ 2 മാസത്തെ വെക്കേഷൻ്റെ ടൈമിലില്ലേ. അപ്പോൾ അന്നേരം ഇവിടെ പോയി ജോലി ചെയ്യുകയും അതിനോട് എക്സ്പീരിയൻസ് ആവുകയും പരീക്ഷയ്ക്ക് എഴുതാനായിട്ടുള്ള ഡേറ്റ് സർട്ടിഫിക്കറ്റൊക്കെ മറ്റത് വന്നെങ്കിൽ ഡേറ്റ് എടുത്തുകൊണ്ട് പരീക്ഷ എഴുതാമെന്നുള്ള ഒരു പ്രത്യാശയും പ്രതീക്ഷയും ആഗ്രഹം. അതെ, അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ആകില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ നീണ്ടു പോവുകയാണെങ്കിൽ ഇവിടത്തെ പോലെ തന്നെ അവിടെയുണ്ടല്ലോ ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ സെൻറ്ററുകളുണ്ട്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ അതിനോട് നമുക്ക് സൗകര്യമുള്ളത് സെൻറ്റർ വെച്ച് ഇതിയെ പോരെ. അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം ഷൈനി പറയുകയാണ് അച്ഛാ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തീരുമാനിക്കേണ്ടത്. അതിനൊന്നും ഞാൻ പറയുന്ന എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷറും തിരിച്ചും മറിച്ചും ഒരു പ്രാവശ്യമെങ്കിലും ഭാര്യയായ ഷൈനിയോട് നോബി മോളെ നീ തിരിച്ചു വാ എന്ന് പറഞ്ഞിരുന്നു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് കണ്ടല്ലോ എൻ്റെ ഈ ഫോണൊക്കെ കിടക്കുന്ന ഇവരുമായിട്ട് ഫോൺ സംസാരിക്കുകയും ഹറാസ്മെന്റ് ചെയ്യുന്നതിൻ്റെ ഇതൊന്ന് കേട്ടോ. എന്നാ അന്ന് നീ പറഞ്ഞത് 9 പവൻ കൊടുത്തെന്നാ പറഞ്ഞത്. അന്ന് പറഞ്ഞത് 9 പവൻ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. നിന്റെ അപ്പൻ എത്ര തന്നേക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറ. അങ്ങനെയാണെങ്കിൽ അത് എടുത്തു തന്നേക്കാം. പക്ഷെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം കൂടെ ചെയ്യണം. ഈ സ്വർണം എടുത്തോണ്ട് പോയിട്ട് അതിന് സ്വർണം തന്നിട്ട് കേസിന്റെ പുറകെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. പിള്ളേർ കഴിക്കേണ്ട പൈസയാണ് ബാങ്കുകാരും വക്കീൽമാരും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞെന്നുള്ളൂ.
എന്താ ഞാൻ പറഞ്ഞതിന് തീരുമാനമൊന്നും ആയില്ലേ? കാർഷിക ലോണായിട്ട് 4% ഇൻട്രസ്റ്റ് വെച്ച സാധനമാണ്. ഞാൻ അത് കാർഷിക ലോൺ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ 7% ഇൻട്രസ്റ്റ് ഉള്ളൂ. കാർഷിക ലോണിൻ്റെ ടൈം കഴിഞ്ഞാണ് അത് 14 ഇൻട്രസ്റ്റിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ബാങ്കുകാരിൽ ലേലം ചെയ്ത് പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിന്നെ ഇതിനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനായിട്ടും ഇവനായിട്ടും നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ മക്കളുടെ നിങ്ങളോടുള്ള സ്നേഹം ഒന്ന് പറയാമോ? അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോകുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയും. അല്ല, എണീറ്റ് വരുമ്പോഴേ ഇവിടുന്ന് പഠിക്കുവാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പള്ളിയിൽ പോയി ഇവർ പോകുമ്പോൾ ഞങ്ങൾ ആരും എണീക്കുകയില്ല. 5:30 പോയില്ലേ, വരുമ്പോഴത്തേനും എന്നാൽ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി വരും. അന്നേരം വേറെ എന്താ പറയുന്നത്, അന്നിലോട്ടാകുമ്പോൾ സ്വീകരിച്ചെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ അവൾ വന്നിച്ച് പറഞ്ഞാൽ ചായ ഇട്ട് അവർക്ക് മേശപ്പുറത്ത് ചായ കൊടുത്ത് പിന്നെ പുള്ളിക്കാരത്ത് തന്നെ എല്ലാം 2 തേയിലോട്ടും ചെയ്യും. അപ്പം പിള്ളേരിങ്ങനെ സ്നേഹക്കുറവൊന്നുമില്ലായിരുന്നു. മമ്മി പപ്പാച്ചിന്നൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ പോകുമ്പോൾ വള്ളക്കുറിച്ചിലോട്ട് പോകുമ്പോഴും ഇതും പറഞ്ഞാൽ പോകുന്നത്. പഠിക്കാൻ രണ്ടുപേരും എടുക്കാനായിരുന്നു. പിന്നെ രണ്ടുപേരും പഠിക്കാൻ പറഞ്ഞു ഞാൻ ട്യൂഷന് വരെ പഠിക്കാൻ ഇവിടെ വന്നേ പിന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഷൈൻമോള് പറഞ്ഞു കൊടുക്കാൻ സമയമുണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്താണ്. അന്നേരം അപ്പം നിങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേ നല്ല മാർക്കായല്ലോ, പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അവിടെ നോവി വിളിച്ച് പറയും. ഇടയ്ക്ക് വരെ വിളിക്കുമായിരുന്നല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പഠിച്ച് ഷൈൻമോള് പറഞ്ഞു കൊടുത്തോളും. പഠിക്കാനും എല്ലാ കാര്യത്തിലും നല്ലൊരു ആക്റ്റീവായിരുന്നു എല്ലാവരും. കലാപരമായ കാര്യങ്ങളൊക്കെ പടം വരയ്ക്കാനും മേളിൽ കയറി ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. ആ വൃത്തന്മാരെ പുറത്തിറങ്ങുമ്പോൾ പാട്ട് വെക്കുമല്ലോ. ഇല്ലെന്നേ ഇവനുമായിട്ട് പണങ്ങിയ പിന്നെ ഇവനുകൊണ്ട് ഷൈനിനെ അവിടുന്ന് ജോലി എന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ അവിടുത്തെ പിള്ളേരെ കൊണ്ട് കാറിൽ പോരുമ്പോൾ അതേ കയറിയ ഇവിടെ എന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടതല്ലേ. അപ്പോൾ എന്നിട്ട് പിന്നെ അടുത്ത ഞായറാഴ്ച പോലെ നിങ്ങൾ പോയി ചവൻ്റെ വണ്ടിയെ കയറി വരുന്ന മോശമല്ലേ എന്ന് പറഞ്ഞു. അത് വിലക്കിയല്ല. ഒരു ചോദ്യം, ഒരു മൂത്ത മരുമോനാണല്ലോ ഈ നോബി, ആ മൂത്ത മോളുടെ ഭർത്താവ്. അമ്മയോട് എപ്പോഴെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്നേഹം കാണിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സ്നേഹം പുള്ളി കാണിച്ചിട്ടില്ല. വരുമ്പോഴോ വരുമ്പോഴൊന്നും നമുക്ക് പിന്നെ അവളോട് അടുക്കള ഇറങ്ങി വന്നെങ്കിൽ ചോറുണ്ടാകാൻ പോകുന്ന സമയത്താണെങ്കിൽ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി പറക്കി എല്ലാവരോടും പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പോലെയല്ല. വരുന്നവർക്ക് ആർക്കും ഇച്ചിരി കൂടുതൽ കൊടുക്കണം, കഴിക്കുകയൊന്നുമില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ തന്നെ വിളമ്പി കൊടുക്കും എല്ലാവർക്കും. അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ മൂലക്കാട്ട് ബിഷപ്പ് ഈ കാര്യത്തിൽ ഒന്ന് കണ്ടിരുന്നോ പുള്ളിയെ? ഇല്ല. അത് എന്തുകൊണ്ട് കണ്ടില്ല? കാരണം ഒന്നുമില്ലെങ്കിലും ഒരു വൈദികൻ ആ സഭയിലുണ്ട്, കോട്ടയം രൂപതയിൽപ്പെട്ടതാണ് ഈ ബോബിയച്ചൻ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നില്ല. നിങ്ങൾ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ കുര്യാക്കോസിന് എന്തുകൊണ്ട് ബിഷപ്പിനെ കണ്ടില്ല? ഞാനിപ്പോൾ എൻ്റെ കാരിത്താസ് പള്ളിയിൽ പോലും പോകുന്നില്ലെന്നേ. ഇതൊന്നും വേണ്ടല്ലേ. ഞാൻ എൻ്റെ ഒരു കുർബാന ഓഫീസും ചെല്ലാനായിട്ട് എൻ്റെ പള്ളിമുറി പറഞ്ഞിട്ട് പുള്ളി ചെല്ലിയില്ലെന്നേ. ഈ കാരിത്താസ് പള്ളി വികാരിച്ചൻ ഞാൻ ഈ കഴിഞ്ഞ മാസം എൻ്റെ കൊച്ചു മരിച്ചു കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി കുർബാനയും കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മുറിയിൽ ചെന്നിട്ട് എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടും പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു കുർബാന ഒരു ഓഫീസും ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ് ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഒന്നും ചെല്ലണം, അവിടെ ചുങ്കത്തിൽ ചെല്ലുന്നുണ്ടെന്ന്. അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റ ഞായറാഴ്ചയുടെ പള്ളിയിൽ പോയി. നമ്മുടെ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ചുങ്കം പള്ളി, കരിങ്കന്തം പള്ളി, നീണ്ടൂർ പള്ളി, പിന്നെ മള്ളൂശ്ശേരി പള്ളിയിൽ ആൾക്കാർ പ്ലാക്കാർഡും ഒക്കെ ആയിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ടായി. എൻ്റെ ഈ കാരിത്താസ് പള്ളിയിൽ ഒറ്റയെണ്ണം അങ്ങനെ ഒരു പരിപാടി നടത്തിയില്ല. ഞങ്ങളിപ്പം അറിയാമല്ലോ, ഇദ്ദേഹം കുര്യാക്കോസ് നമ്മുടെ ഷൈനിയുടെ പിതാവാണ്, ഷൈനിയുടെ മാതാവാണ്. ഇവരോടൊപ്പം ഞങ്ങൾ മണിക്കൂറുകളായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്ന കുറേ കാര്യങ്ങൾ, ഒരു പിതാവ് 70 വയസ്സുള്ള ഒരു പിതാവ്, 68 വയസ്സുള്ള ഒരു മാതാവ് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ഒരു മകൾക്ക് വേണ്ടി കരം അടിച്ചിരുന്നു. 16 വർഷം മുമ്പ് അവർ ചോദിച്ച കാര്യങ്ങൾ കൊടുത്ത് കല്യാണം കഴിച്ച് അയപ്പിച്ച പെൺകുട്ടിയുടെ പിന്നാലെ അവൾ വിളിക്കുമ്പോഴെല്ലാം, അവളെ കണ്ണ് നിറയുമ്പോഴെല്ലാം ഓടിയെത്തി മോളെ നീ തിരിച്ചു വരൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ ജിസ്മോളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞങ്ങളിത് ഒത്തുപോകും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിട്ടിട്ട് അവസാനം കുര്യാക്കോസ് ചേട്ടൻ ഏറ്റവും വലിയ സങ്കടം വന്നത് 6 മാസം ഇവിടെ വന്നു. അതുപോലെ കുര്യാക്കോസ് ചേട്ടനും ഭാര്യയും കൂടെ ആയിരുന്നു സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് ഷൈനിയും മാതാവും കൂടെ പോയി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അവർക്ക് പൈസ കൊടുത്തു വിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഫീസെല്ലാം അടച്ച് ആ കുഞ്ഞുങ്ങളെ ഇവിടെ പൊന്നുപോലെ നോക്കി വളർത്തിയിട്ട് ഇവിടെ വന്നിട്ട് അത് ചെയ്തല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുകയാണ്. കാരണം അതാണല്ലോ നമ്മുടെ അദ്ദേഹത്തിൽ ചാർത്തുന്ന പഴി. അതാണ്
ഈ 6 മാസം അദ്ദേഹം അനുഭവിച്ച വേദനയോ, ഈ കുഞ്ഞുങ്ങളോട് 9 മാസം അദ്ദേഹം അനുഭവിച്ച വേദനയോ, അദ്ദേഹം അനുഭവിച്ച ത്യാഗമോ, അദ്ദേഹം ചിലവാക്കിയ പൈസയെക്കുറിച്ചല്ല നമ്മൾ ചിന്തിച്ചത്. അദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന കുറ്റമാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇന്ന് ഞങ്ങളിവിടെ വരാൻ കാരണം, ഞങ്ങൾ ഇന്ന് SHOയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നപ്പോൾ 2 പ്രായമായ ആൾക്കാർ 16 വർഷം എൻ്റെ മോൾ അനുഭവിച്ച പീഡനത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ഇതുവരെ ആരും മൊഴി എടുത്തില്ല, അതിനുവേണ്ടി വന്നതാണ്. വേണ്ടായോ, എൻ്റെ മൊഴി വേണ്ടായോ എന്ന് ചോദിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നും ആ കേസിന് വേണ്ടി ഓടി നടക്കുന്ന ആളാണ്. തൊടുപുഴയും ഏറ്റുമാനൂരുമായിട്ട് കേസിന് വേണ്ടിയിട്ട് പലതവണ ഷൈന് ജീവിച്ചിരുന്നപ്പോൾ ഒരു 70 വയസ്സുള്ള പിതാവ് ഇതിൻ്റെ പിന്നാലെ ഓടി നടന്നതാണ്. ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഒരമ്മയും ഒരച്ഛനും ഞങ്ങളുടെ അടുത്തുണ്ട്. അവരുടെ സങ്കടങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. അതായത് ഇതിന് നീതിക്ക് വേണ്ടി ഷൈനിയോടൊപ്പം ഉള്ളതുപോലെ ഈ കുര്യാക്കോസ് ചേട്ടൻ്റെ കൂടെയും ഈ അമ്മയുടെയും കൂടെ നമ്മൾ ഉണ്ടാവണം. കാരണം അവർക്ക് ആ ധൈര്യം കൊടുക്കണം. അവരെ അവരുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. അവരിത് മുന്നോട്ട് പോകുന്തോറും ഈ കേസിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഷൈനിക്ക് നീതി കിട്ടും. 100,000 ഷൈനിമാർ ഞാൻ നോക്കിയിരിപ്പുണ്ട്, ഇതേപോലെ പീഡനം അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം അതിലൂടെ നീതി കിട്ടും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നിൽക്കാം. ഇവർക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങളും ഉണ്ടാകും എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.